അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിലേക്ക് പോയാലോ. വെളിച്ചെണ്ണയൊക്കെ തൂത്ത് ഇലയൊക്കെ വാട്ടി അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂടാന്നിരിക്കുന്ന കുഞ്ഞുമണിയൻ കുത്തരിച്ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. നമ്മുടെ പൊതിച്ചോറിൻ്റെ സ്പെഷ്യലായ നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. നല്ല കുഞ്ഞിക്കാന്താരിയും ചെറിയുള്ളിയും കൂടി ചതച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇതുകൊണ്ടോ എണ്ണ ഇറ്റിറ്റ് വീഴുന്നേ കണ്ടോ. ചമ്മന്തി വെച്ച് കൊടുത്തു. ഇന്ന് നല്ല വലിയ ചൂരമീൻ കിട്ടിയിട്ടുണ്ടായി. അപ്പം ഞാനത് ചെറിയ ചെറിയ പീസാക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല മുള്ളൻചീര കിട്ടിയേ പുഴയോരത്തുനിന്ന്. അപ്പം നല്ല മുള്ളൻചീരത്തോരൻ. ചീരകളിൽ ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് മുള്ളൻചീര. കിഡ്നിക്കുള്ള അസുഖത്തിനൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കണത്. മുള്ളൻചീരയുടെ തണ്ട് ഇടിച്ചൊഴിഞ്ഞ് നീര് കുടിക്കണത്. പിന്നെ ഇന്ന് മെഴുക്ക് പുരട്ടി എന്താണെന്ന് അറിയണ്ടേ. നല്ല പാവയ്ക്ക ചെറിയുള്ളി അങ്ങോട്ട് ഇടിച്ചിട്ട് ഒരു 100 ചെറിയുള്ളി എങ്കിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇടിച്ചിട്ട് ഉലർത്ത് നിറയെ ചെറിയുള്ളി ചേർക്കണം, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. അപ്പം നല്ല ചെറിയുള്ളി അതിൻ്റെ എണ്ണയൊക്കെ ചോറിനകത്തേക്ക് അങ്ങ് പറ്റണം. ഇതാ ഇങ്ങനെ കണ്ടോ, ചെറിയുള്ളി നിറയെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നല്ലേ, ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എല്ലാവരും ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഉണക്കമീനും മാങ്ങയും കൂടെ ചാറ് ഉണ്ടോ. ഉണക്കമീനാണ്, കുട്ടമീൻ എന്ന് പറയും. അപ്പം നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ. നാടൻ കോഴിമുട്ട വറുത്തതുണ്ട്, കാന്താരി മുളക് ചമ്മന്തി, ചൂര വറുത്തത്, ഉണക്കമീനും മാങ്ങയും കൂടെ ചാറ്, പാവയ്ക്ക ഉലത്തിയത്, മുള്ളൻചീരത്തോരൻ. അപ്പോൾ ഇത് നാടൻ വിഭവങ്ങളുടെ ശരിക്കും ഒരു പൊതിച്ചോറാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈ പൊതിച്ചോറ് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ. ബൈ ബൈ.